ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കണത്. ഒരു ലോങ് വീഡിയോ ആണ്. സാധാരണ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഒരു 5:30 മുതൽ ഒരു രാവിലെ 11:30 വരെയുള്ള കുറച്ച് ജോലികൾ, കുറച്ച് വിശേഷങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. അപ്പം നെച്ചുവിന് ക്ലാസ്സൊക്കെയുള്ള ഒരു നോർമൽ ഡേ ആണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ക്ലാസ്സിൽ വിടണം, ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ആസ് യൂഷ്വൽ എല്ലാ വീടുകളിലും അമ്മമാർ ചെയ്യുന്ന ജോലികളെല്ലാം ഇന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഞാനിന്ന് പൂരി മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരി, ചപ്പാത്തി, ഇഡലി, ദോശ ഇതൊക്കെയുള്ള ദിവസങ്ങളിൽ നെച്ചുകൂട്ടൻ ലഞ്ചിനും അത് തന്നെയാണ് കൊണ്ടുപോവുക. ആൾക്ക് ഇഷ്ടമാണ്. ചോറുണ്ണാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരത്തി അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് അത് കാരണം രാവിലെ തന്നെ എനിക്ക് ചോറും കറിയൊന്നും വെക്കേണ്ട, ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ മസാലക്കറിയൊക്കെ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് പൂരി ഉണ്ടാക്കാനായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ മസാല സാധാരണ ഉണ്ടാക്കുന്ന പോലെ സവാളയും പച്ചമുളകും എല്ലാം ഇട്ട് ആ പൊട്ടറ്റോ ഒക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും അത് അതിലേക്കൊന്ന് സ്മാഷ് ചെയ്തിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മസാലക്കറി ഉണ്ടാക്കുകയാണ്. ഈ പൊട്ടറ്റോ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് നിന്നപ്പോഴത്തേക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് അതിൽ നിന്ന് ഇങ്ങനെ ആവി പോകുന്നുണ്ട് ചൂടായിട്ട്. പക്ഷേ ഞാനത് കൈവച്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. പണ്ട് അമ്മ ഇതൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ കുഞ്ഞൊക്കെ ആയിരിക്കുന്ന സമയത്ത് അടുക്കളയിലൊക്കെ പോയി നിന്ന് കഴിയുമ്പോഴത്തേക്കും അമ്മ ചൂടുള്ള സാധനങ്ങളൊക്കെ കൈ കൊണ്ട് എടുക്കണം കാണുമ്പോൾ ഞാൻ ചോദിക്കും, അമ്മയുടെ കൈ പൊള്ളിയില്ലേ എന്ന് ചോദിക്കും. ഇപ്പം നമ്മളിതൊക്കെ ചെയ്യുമ്പോഴാണ്, ജോലി ചെയ്യണം തിരക്ക് പിടിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചൂടോ തണുപ്പോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യണം കേട്ടോ. എന്താണല്ലേ നമുക്ക് ലൈഫ് എന്തോരം കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, എന്തോരം കാര്യങ്ങളാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കണത്. നമ്മൾ കാട് കയറി ഒരുപാട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം, പൂരിയിലേക്കും മസാലയിലോട്ടും തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ എൻ്റെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ എന്നെ പോലെ അസുഖമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെയും ഞാൻ കൈയിട്ടിട്ട് ഇങ്ങനെ നമ്മുടെ അടുപ്പ് തുടയ്ക്കും. അപ്പോൾ അങ്ങനെ തുടയ്ക്കുമ്പോൾ കൈ പൊള്ളും. അതെനിക്ക് സർവ്വസാധാരണമാണ്. പക്ഷേ എന്നാലും എനിക്കതങ്ങനെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ പൂരി എന്ന് പറയുന്ന സാധനം എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ചില സമയത്ത് ഞാനത് ഉണ്ടാക്കുമ്പോൾ ശരിയാകാറുമില്ല. പക്ഷേ ഈ പ്രാവശ്യം നല്ല സോഫ്റ്റായിട്ടുള്ള പൂരി കിട്ടി. ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്ത് വന്നില്ലെങ്കിൽ പോലും നല്ല സോഫ്റ്റായിരുന്നു. ഈ മുരുന്നിരിക്കുന്ന പൂരിയിനെക്കാട്ടിലും എനിക്കിഷ്ടം സോഫ്റ്റായിട്ടുള്ള പൂരിയാണ്. അപ്പം ഞാനങ്ങനെ തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചൊക്കെ ചപ്പാത്തി മാവ് കുഴച്ചെടുത്ത് നമ്മൾ പൂരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ജോലികളും കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ആ ക്ലീനിങ്ങും പാത്രം കഴുകലും ഒക്കെ അങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഭാരമില്ലാണ്ട് പെട്ടെന്ന് ജോലികൾ തീർക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ആ പാത്രങ്ങൾ പിന്നെ കഴുകാം എന്നൊക്കെ വിചാരിച്ച് മാറ്റിയിടുകയാണെങ്കിൽ പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാക്സിമം നേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ജോലികൾ പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ ഒപ്പത്തിനൊപ്പം അങ്ങ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേ നമ്മളങ്ങനെ പൂരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലക്കറിയും അതുപോലെ തന്നെ പൂരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നെച്ചിക്കുട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അപ്പോഴത്തേക്കും തനീഷ് എണീറ്റ് വന്നായിരുന്നു. അപ്പോൾ ആൾക്കുള്ള ചായ ഇട്ടിട്ട് ഞാൻ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിടാം കേട്ടോ. രാവിലെ തന്നെ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. ഞാൻ പോസിറ്റീവ് ഫീലിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് എന്നെ ഹാപ്പിയാക്കുന്ന വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും ആ കുഞ്ഞു കാര്യങ്ങൾ എന്നെ അന്നത്തെ ഒരു ദിവസത്തെ ഫുൾ എൻ്റെ മൂഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആ ചെറിയ പോസിറ്റീവായിട്ടുള്ള കുഞ്ഞു കാര്യങ്ങൾക്ക് പറ്റും. അപ്പം നെച്ചുവിൻ്റെ ടിഫിന് നമ്മളിന്ന് കുക്കുംബറും ക്യാരറ്റും കൂടിയിട്ട് സാലഡാക്കിയിട്ടാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അപ്പനും മോളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെച്ചുകൂട്ടൻ്റെ ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സിൽ ഞാൻ പൂരിയും അതുപോലെ തന്നെ മസാലക്കറിയും വെച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിലും കൂടി സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെച്ചുവിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി അവളെ പല്ല് തേപ്പിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആട്ടോ നമുക്കുള്ളത്. പല്ലേക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് തലയമാന്തിക്കൊണ്ട് നിൽക്കുകയാണ്. ആൾക്ക് രാവിലെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലാസ്റ്റ് ഞാൻ തന്നെ അങ്ങ് പല്ലേൽപ്പിച്ച് കൊടുത്തു. പിന്നെ അവൾക്കുള്ള കോഫിയാണ് നമ്മൾ റെഡിയാക്കണത് കേട്ടോ. അത് കഴിഞ്ഞ് അവളുടെ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും എല്ലാം കെട്ടി ബാഗിനകത്താക്കി വെച്ച് കൊടുക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു ബുക്കുകളെല്ലാം അവളെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കണം എന്ന്. അത് ഇപ്പോൾ പതുക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പുള്ളിക്കാരത്തിൽ തന്നെ ടൈം ടേബിളൊക്കെ നോക്കി ബുക്കൊക്കെ എടുത്ത് വെക്കുന്ന ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാ കാര്യങ്ങളും ഒരു ടൈം കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ പാരൻസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയായിരുന്നു. സ്ക്വാഡ് യൂണിഫോമാണ്. യൂണിഫോം എല്ലാം തേച്ച് ടവൽ വരെയും തേച്ച് മടക്കിയൊക്കെ വെച്ച് അവളെ റെഡിയാക്കി സുന്ദരി കൊച്ചാക്കിയിട്ടുണ്ട്. കണ്ണൊന്നും എഴുതി കൊടുക്കാറില്ല. ചില ദിവസങ്ങളിൽ എന്നോട് വന്നിട്ട് കണ്ണെഴുതി താമെന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ കണ്ണൊക്കെ എഴുതി ചുന്ദരിയാക്കിയൊക്കെ വിടും. അങ്ങനെ സോക്സൊക്കെ ഇട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പനും മോളും കൂടി ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ 8:15 ആകുമ്പോഴത്തേക്കും വണ്ടി വരും. നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നെച്ചുകുട്ട അവിടെ ചെന്ന് റോട്ടിൽ നിന്ന് കുറച്ച് നേരം കോപ്രായൊക്കെ കാണിക്കും, ഡാൻസ് കളിക്കും. നിച്ചുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാട്ടോ അത്. വന്നിട്ട് റീലെടുക്കണ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും നെച്ചുവിൻ്റെ വാൻ വന്നായിരുന്നു. അപ്പോൾ അവളെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മേലോട്ട് പോയി. ഇനി ബാക്കി ചെയ്യാനുള്ള ജോലികളെല്ലാവരും നമുക്കങ്ങ് ചെയ്തിടാം. എനിക്ക് രാവിലെ തന്നെ ബെഡൊക്കെ തട്ടിക്കുടഞ്ഞ് വിരിച്ചിടണം. പിന്നെ തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകാനായിട്ട് മെഷീനിലോട്ട് ഇട്ടു. പിന്നെ തലേ ദിവസം കഴുകി കൊണ്ടുവന്ന തുണികൾ മടക്കി വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതെല്ലാം മടക്കി അതൊക്കെ അലമാരയിലോട്ട് കയറ്റി. അപ്പോൾ ഓരോ മൂലയ്ക്ക് നിന്ന് തുടങ്ങി നമ്മൾ ക്ലീൻ ചെയ്ത് വരാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത്. പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കഴുകി ക്ലീൻ ചെയ്തിട്ടിട്ട് വേണം ഇനി അടുത്ത ജോലികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. കുറച്ച് ബീറ്റ്റൂട്ട് ഇരിപ്പുണ്ടായി, വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് ദിവസം ആയിരുന്നു. അപ്പോൾ അത് വാടിപ്പോകുന്നതിന് മുമ്പ് അതൊന്ന് ഒലത്തിയെടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോഴത്തേക്കും വെള്ളം ചൂടായിട്ടുണ്ട്. ഞാനപ്പോൾ അരി ഇട്ടു. ഇനി ബീറ്റ്റൂട്ട് നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഈ ചോപ്പറിലാണ് വെജിറ്റബിൾസ് അരിയാറ്. ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. കിച്ചണിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ചോപ്പർ. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് ബാക്കിയൊരു ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നത് ഞാൻ നെല്ലിക്ക് ഉപ്പിലിട്ട് വെച്ച ആ വെള്ളത്തിലോട്ട് തന്നെ അങ്ങ് ഇട്ട് വെച്ചു. നെച്ചുകൂട്ടിന് ഇതെല്ലാം ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ ഉപ്പേരിയായിട്ട് കൊടുത്താലോ വേറെ ഏത് രീതിയിൽ കൊടുത്താലും പുള്ളിക്കാർക്ക് അത് കഴിക്കില്ല. അപ്പോൾ ഉപ്പിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആശാത്തി അത് കഴിച്ചോളും. അപ്പോൾ നമ്മളിതേ ബീറ്റ്റൂട്ട് ഒലത്താൻ വെച്ചിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ഇട്ടിട്ടാട്ടോ ബീറ്റ്റൂട്ട് ഒലത്തണത്. അത് കഴിഞ്ഞ് നമുക്കിനി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്ത് അതും കൂടി ഒന്ന് ഒലത്തിയെടുക്കണം. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ എല്ലാം കൂടി ഒറ്റ ടൈമിൽ തന്നെ അങ്ങോട്ട് നടക്കും. പിന്നെ അത് ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ പോസിറ്റിവിറ്റി അതെനിക്ക് തരുന്നതിൽ മെയിൻ പങ്ക് വഹിക്കുന്ന കുറച്ച് ആൾക്കാരാണിത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് വേഗം ഞാൻ ഇതുപോലെ കലത്തിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുട്ടിട്ട് വെച്ചിട്ടുണ്ട്. 2 ചാളരിപ്പുണ്ടായി. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം അത്യാവശ്യം ഗ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ചോറ് വയ്ക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ കുക്കറും കൂടി അങ്ങ് കഴുകി വെച്ചു. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ഭാരം കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് ചെമ്മീൻ ഒലത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ചെമ്മീൻ വേവിച്ചപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ടായി. ഞാനപ്പോൾ അത് കളഞ്ഞില്ല. ഒരു ഇച്ചിരി ചാറ് പോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ വേവിച്ച വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിന്ന് ചെമ്മീൻ വെച്ചത്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനായിരുന്നു. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ അടുക്കളയിലെ ജോലികളെല്ലാം കഴിഞ്ഞു. ക്ലീനിങ് കഴിഞ്ഞു. ഒപ്പം തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതുകൊണ്ട് തന്നെ എനിക്കിനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല കേട്ടോ. ഓൾമോസ്റ്റ് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ലഞ്ചിന് ചോറ്, ബീറ്റ്റൂട്ട്, ചെമ്മീൻ, മീൻ വറുത്തത്, പിന്നെ ഇന്നലത്തെ പരിപ്പ് കറിയും കൂടി ഉണ്ടായി. പിന്നെ അപ്പോഴത്തേക്കും വാഷിംഗ് മെഷീനിലിട്ട തുണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മേലെ കൊണ്ട് വിരിച്ചിട്ടു. എന്നിട്ട് ദേ വന്നിട്ട് ഞാനൊരു ഇരിപ്പിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണത്. ഇനി കുറച്ച് നേരം ഞാനിങ്ങനെ ഫോണും തോണ്ടിയിരിക്കും.